മുടി നല്ലപോലെ പോകുന്നുണ്ട്, സങ്കടമുണ്ട് എനിക്ക്. ഞാൻ അത്രയും ടേക്ക് കെയർ ചെയ്തിട്ട് എൻ്റെ മുടി ഇപ്പോഴും പോവാണ്. എനിക്കറിയില്ല എന്താന്ന് ഈശ്വരാ. ബേബി എഴുന്നേറ്റെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. Good morning. Good morning. Good morning, Anna. ഹലോ, ഗുഡ് മോർണിംഗ്. സത്യത്തിൽ സച്ചു രാവിലെ ജോലിക്ക് പോയി. അപ്പം ഞാനിങ്ങനെ അന്നേരം എഴുന്നേറ്റായിരുന്നു. രാവിലെ തന്നെ ഞാനങ്ങനെ ഒരു മോർണിംഗ് പേഴ്സൺ അല്ല, ബട്ട് ഇന്ന് രാവിലെ അപ്പോൾ എഴുന്നേറ്റപ്പോഴത്തേക്കിനും പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ അങ്ങ് എടുക്കാം. രാവിലെ എന്തായാലും എഴുന്നേറ്റല്ലേ, അത് വെറുതെ കളയണ്ടെന്ന് ഓർത്ത് ഞാനൊന്ന് ഫ്രഷപ്പായി കിച്ചണിലേക്കൊന്ന് പോകാം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് മോൻ്റെ അടുത്ത് വരാം. അപ്പോഴേക്കും അവൻ ഉറങ്ങുമല്ലേ എന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കിനും ഒരിക്കലും ഇല്ലാത്തതുപോലെ നോക്കൂ, അവൻ എഴുന്നേറ്റ് കിടക്കുന്നു. അപ്പോൾ പിന്നെ ഇനി അവനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, ബാക്കി വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അമ്മയുടെ കൂടെ നിൽക്കുമോ? അമ്മ ഹെൽപ്പ് ചെയ്യുവോ? അമ്മ ഹെൽപ്പ് ചെയ്യുവേ. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എന്തായാലും സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. നമുക്കിരുന്ന് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഓർത്തു, ബ്രെഡ് ഇരിപ്പുണ്ട്, സോസേജ് ഇരിപ്പുണ്ട്, എഗ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് എഗ്ഗും സോസേജും ബ്രെഡും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഹെവി ആയിട്ടിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കുറേ നേരത്തെങ്കിലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് എനിക്ക് വിശക്കത്തില്ല. അതല്ല വേറെ കോൺഫ്ലെക്സ് വല്ലതും കഴിക്കുകയാണെങ്കിൽ
അയ്യോ എനിക്ക് പിന്നെ ഒരു മണിയാകുമ്പോൾ ഫുഡ് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ആ ഒരു ഇഷ്യൂ ഇല്ല. മേ ബി മുട്ടയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഞാൻ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഹീറ്റ് ആവട്ടെ. Good boy. Good boy. Good boy. So, പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഇന്നലെ ഇങ്ങനെ ഇതുപോലെ ഞാൻ തലേദിവസം ഇതുപോലെ കഴുകിയെല്ലാം അവിടെ വെക്കും, ഈ സ്റ്റാൻഡിൽ വെക്കും. അപ്പം ഇന്ന് രാവിലെ ആകുമ്പോൾ നമുക്ക് അതെടുത്ത് വെച്ചാൽ മതിയല്ലോ. പക്ഷെ ഞാൻ ബാക്കി എല്ലാ പാത്രവും എടുത്ത് വെക്കും, ആ 2 പ്ലേറ്റ്സ് ഒഴികെ. കാരണം അത് എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ എൻ്റെ ഒരു കൺവീനിയൻസിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ അത് മാത്രം മാറ്റത്തില്ല, ബാക്കി എല്ലാം എടുത്ത് അതാത് സ്ഥലത്തെടുത്ത് വെക്കും. അപ്പം നമുക്ക് പ്രീ ഹീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി സോസേജ് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാം. അപ്പോൾ ഹാരുവിന് ഞാൻ വൈറ്റമിൻ ഡി കൊടുത്തു, ഇപ്പം കൊടുത്തതേ ഉള്ളൂ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പം ആ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകുന്ന സമയത്ത് ഞാൻ എന്താ പറയുന്നത്, അവന് വൈറ്റമിൻ ഡി കൊടുത്തു. പിന്നെ ഇത് അവൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്. അപ്പം ഇത് കൊടുത്താൽ അവൻ അങ്ങനെ കളിച്ചോണ്ടിരുന്നു. അപ്പം ഇത് ഞാൻ സ്റ്റെറിലൈസ് ചെയ്യുമായിരുന്നു. സ്റ്റെറിലൈസ് ചെയ്തിട്ട് അവൻ്റെ എന്നോട് കൊടുക്കുക. അതും കടിച്ചോണ്ട് അവിടെ ഇരുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ കഴിക്കട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് അങ്ങനെ വലിയ പണിയൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കിച്ചണിൽ വലിയ പരിപാടിയില്ല. പക്ഷെ ബേസിക്കലി ഞാൻ രാവിലെ തുടങ്ങി ഉച്ച വരെ നല്ല ടൈറ്റ് സ്കെഡ്യൂളാണ്. കാരണം എണീറ്റ് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെയാണെങ്കിൽ ഡെയിലി കുളിപ്പിക്കാൻ ട്രൈ ചെയ്യും. കാരണം വിൻ്ററൊക്കെ ആയി കഴിയുമ്പം എന്താവുമെന്ന് അറിയത്തുമില്ല. പിന്നെ ഇൻ ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാവുന്നത് നല്ലതല്ലേ ഡെയിലി കുളിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഇവനെ നാട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെ ഡെയിലി കുളിപ്പിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ഞാൻ അത് മാറ്റി വെക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഹാരി ഇവിടെ കിടക്കുന്ന സമയം കൊണ്ട് ഞാൻ കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കും. ഞാൻ ഇവിടെ തന്നെയാണ് കുളിപ്പിക്കുന്നത്. കാരണം കുറച്ചും കൂടെ കൺവീനിയൻസ് എനിക്ക് ഇവിടെ ഞാൻ കിച്ചണിൽ വെച്ച് കുളിപ്പിക്കുന്നത് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ അതിനുള്ള പരിപാടികൾ എനിക്ക് റെഡിയാക്കണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞവിടെ താഴെ കിടക്കുക. അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേളിലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ തന്നെ നല്ലൊരു എക്സസൈസാണ്. മേളിൽ വരിക, താഴെ വരിക, മേളിൽ പോവുക, താഴെ വരിക. അങ്ങനെ തന്നെ നല്ലൊരു എക്സസൈസാണ്. എനിക്ക്
വേറെ കാര്യമായിട്ട് വർക്കൗട്ടൊന്നും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല. അപ്പോൾ പെട്ടെന്ന് പരിപാടികളെല്ലാം തീർക്കാം. അവൻ്റെ സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം എടുത്ത് അതെല്ലാം ബെഡ്റൂമിൽ ഇരിക്കുകയായിരുന്നു. അതെടുത്തോണ്ട് താഴോട്ട് പോകണം. ഹാരു നല്ല കുഴപ്പമില്ലാതെ താഴോട്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് എനിക്ക് ബാക്കി പ്രിപ്പയർ ചെയ്യണം കുളിപ്പിക്കാനുള്ള പരിപാടികളെ. കരയല്ലേ? ഇപ്പോഴേ ചീകി വെക്കുന്നില്ലെങ്കിൽ അവൻ്റെ മുടി ഒതുങ്ങിയിരിക്കത്തില്ല. ഇതാകുമ്പോഴത്തേക്കും ഇങ്ങനെ ചീകി വെച്ച് കഴിയുമ്പോഴത്തേനും അവൻ്റെ മുടി ഉണങ്ങിയുമ്പോഴും ഒതുങ്ങിയിരുന്നോളും. വെട്ടിക്കാറായി കണ്ണാ. അയ്യോ വെട്ടിക്കണ്ടേ? സുന്ദരിയായി നീ സുന്ദരി. ഞാൻ ഓരോ സമയത്തും ഓരോ പ്രാവശ്യം കുളിപ്പിക്കുമ്പോൾ ഇപ്പം ഈ സൈഡിൽ നിന്ന് എടുത്താൽ നാളെ ഈ സൈഡിൽ എടുക്കും, പിന്നെ പുറകോട്ട് ചെയ്യും. അങ്ങനെ ഇങ്ങനെ മാറി മറിച്ചും ചെയ്യിക്കൊണ്ടിരിക്കും. അതാകുമ്പോൾ എല്ലാ സൈഡിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കറിയത്തില്ല. നമുക്കിനി പയ്യൊന്നു ഇങ്കൊക്കെ കുടിച്ചാലോ? വാവേ ഇങ്ക് കുടിച്ചാലോ? ഇങ്ക് കുടിച്ചാലോ? ഇന്തോന്നേ. ഹലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഈ വ്ളോഗ്. ഇതൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കുഞ്ഞ് ഉറക്കമാണ്, കുഞ്ഞ് സ്റ്റിൽ ഉറക്കമാണ്. ഞാൻ അവനെ മേളിലോട്ട് കൊണ്ടുപോയി കിടത്തി. ഒന്നെങ്കിൽ അവനെ ഞാൻ താഴെ കിടത്തും, അല്ലെങ്കിൽ മേളിൽ കിടത്തും. ഇപ്പോൾ ഞാൻ മേളിൽ കൊണ്ടുപോയി കിടത്തി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ അരി ഇട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, കാരണം ആ സമയമായപ്പോഴേക്കും എൻ്റെ ഫോണ് മൊത്തത്തിൽ ചാർജ് പോയായിരുന്നു. കുക്കറിൻ്റെ ഒച്ച കേട്ടിട്ട് അവൻ ഉണരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇവിടുന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ടുപോയി കിടത്തിയത്. മെജോറിറ്റി ടൈം അവൻ മേളിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇന്ന് ആൾക്ക് ഒത്തിരി ഉറക്കം വന്നു പോയെന്ന് തോന്നുന്നു. നല്ല വഴക്കായിട്ട്, അതുകൊണ്ടാണ് താഴെ വെച്ച് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാനും എൻ്റെ ബേബിയും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഇതുപോലെയൊന്നുമല്ല, ഓരോ ദിവസം ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതേപോലത്തെ ഒരു വ്ളോഗ് ഞാൻ നേരത്തെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഹാഫ് ആയപ്പോഴേക്കും സച്ചു വന്നായിരുന്നു. അങ്ങനെ നമ്മുടെ പ്ലാനും കാര്യങ്ങളെല്ലാം മാറിയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു വൈ നോട്ട് ഇന്നൊന്നും കൂടെ ഒന്ന് എടുക്കാം എന്നുള്ള രീതിയിലെടുത്തു. കുഞ്ഞാപ്പു സ്റ്റിൽ ഉറക്കം തന്നെയാണ്. ഒത്തിരി നേരമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പൂച്ച ഉറക്കമാണ്. ആകെ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഉറങ്ങിയ ഭാഗ്യം. അപ്പോൾ അതിനകത്ത് എനിക്ക് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അത് ഞാൻ ചെയ്ത് തീർക്കട്ടെ.
അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമ്മളുടെ വീഡിയോ പ്ലീസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ബൈ.